നീ എവിടെയായിരുന്നു? എനിക്ക് കുറച്ച് ബ്രൗസിംഗ് ഉണ്ടായിരുന്നു. ആ ഈയിടെയായിട്ട് കുറച്ച് ബ്രൗസിംഗ് കൂടെ ഉണ്ട് കേട്ടാ. കിട്ടി അവിടെ നമ്പർ കിട്ടിയടാ. എന്താടാ ആരാ ഇവിടെ കിടന്നാലും അറിയാ? രമ്യയുടെ നമ്പർ കിട്ടി. ഓഹോ, ഇപ്പോഴാണ് നമ്പർ കിട്ടുന്നത്. കഷ്ടം. ഇങ്ങനെ ഒരു പെണ്ണിന്റെ പുറകെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ എത്ര കാലം നടക്കണോ നീ? ടുട്ടു എടവൻ സീരിയസ് എന്നാണ് നിനക്ക്. ഒരു സീരിയസ് എടാ വെട്ടാളിയന്മാരെ, നമ്മുടെ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? അത് കുറച്ച് സ്നേഹയ്ക്കും കുറച്ച് സാറയ്ക്കും കുറച്ച് മഞ്ജുവിനും മിച്ചം വരുന്നത് പിന്നെ ജാസ്മിനെ അവളുടെ കൂട്ടുകാരിക്കൊക്കെ കൊണ്ട് കൊടുക്കും. അതാകുമ്പോൾ ഒരു തീട്ടിട്ട് പോയാൽ മറ്റൊരുത്തി എന്തായാലും കാണും. അതന്നെ കാണും. ഇതൊരുമാതിരി ഒറ്റ പെണ്ണിനെ പ്രേമിച്ച് അത് മിണ്ടിയില്ല നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരുമാതിരി. എടാ പ്രേമിക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഇതൊരുമാതിരി ചുമ്മാ എന്തു കൂളേടാ നീ. ഇപ്പൊ ഞാൻ മാറിക്ക്. ഹൈറ്റും ഇല്ല എന്റെ. വിളിച്ചിട്ട് വേടാ. നീ ഒരു തിന്നാ ഇല്ല, ദേവന്റെ അടുത്തേക്ക് അല്ലേ വയറ് അറച്ച് കിട്ടിക്കോളും. എന്റെ അമ്മാവനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എടാ നിന്റെ ഫോൺ അടിക്കുന്നു. അമ്മാവൻ ഞാൻ എടുക്കട്ടെ? അവൻ എന്താന്നാ പറഞ്ഞ? വയറുവേദന. വയറുവേന. എനിക്കൊന്നും മതി. എടാ നിനക്ക് അവനൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടാവും. വയറുവേദന നല്ല വേദനയുണ്ട്. ക്ലാസ് ഒക്കെ കട്ട് ചെയ്തില്ല. കട്ട് നോക്കടാ എത്ര ചിക്സാ നിനക്കറിയാം. മെനു ഒഴിവാക്കിക്കൂടെ? ആരെ? രാജേഷ്. രാജേഷ. ആ ഗുരു സൈഡ് സൈഡ് ഇന്ന് ഗുരു കൊണ്ട് പെണ്ണ് വിടറാ. രാജേഷ എവിടെ? രാജേഷ് എവിടെ? നീ ശരിക്കും കണ്ടാ? എടാ ഞാൻ കണ്ടതാടാ. ഈ റോസാൻഡി ചാരുനാരാ? മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അവരൊരുമിച്ചാ പഠിച്ചത്. പക്ഷെ കോളേജ് എഴുതുന്നതിന് മുമ്പേ ആന്റിയുടെ കല്യാണം കഴിഞ്ഞു. ഒളിച്ചോട്ടം. ഓ പിന്നെ പറച്ചില് കേട്ടാത്തൊന്നും ഇവളെ നടത്തി തന്നേന്ന്. ചായ കുടിക്കേ. ഓ ഞാനുണ്ടാക്കി ഉണ്ണിയപ്പാ, ഒന്ന് കഴിച്ചു നോക്കേ. പക്ഷെ ചെറുതാണല്ലോ. Good. കൊള്ളാവോ? അടിപൊളി. ഇങ്ങോട്ടാടാ. നിന്റെ വയറുവേന എങ്ങനെയുണ്ട്? അത് 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 ഡോക്ടറെ കാണിച്ച് പോക്കേള്. എന്നിട്ട് അവർ നിനക്ക് മരുന്നൊന്നും തന്നില്ലേ? മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അച്ചടാ നല്ല ഡോക്ടർ. കാണിച്ചേ നോക്കട്ടെ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞ? എന്ത് എന്തിനാടാ? വയറ് നോക്കട്ടെ. കാണിച്ചേ. നിനക്കൊന്നും എന്നെ അത്ര വിശ്വാസമില്ല. ഇല്ല, നീ കാര്യം പറ. ഞാനൊരു സർപ്രൈസ് തരായിരുന്നു. എന്നാ സർപ്രൈസ്? ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ളത്. ഏതാ അവള്? മറ്റേ പെണ്ണ്. ഏത് മറ്റേ? ആ ശനിയാഴ്ച മാത്രം ഫോൺ എടുക്കുന്ന പെണ്ണ. അവളിപ്പോ അങ്ങനൊന്നുമല്ല. അവൾ വിളിച്ചെടുക്കൊന്നുമില്ല. എടാ ഇത് മെഡിക്കൽ ഷോപ്പിലെ പെണ്ണല്ലേ? ചേട്ടേ നീ അവളെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിളിച്ചത്. എന്നിട്ട് ഇപ്പൊ ഞാൻ അവളെ വിളിക്കാറൊന്നുമില്ല. വിളിപ്പോ പറഞ്ഞെന്താ? എടാ കോപ്പേ, അവളാണെന്ന് ഞാൻ ഇവനോട് ചോദിച്ചതല്ലേ. നീ അവളെ വിളിച്ച് കുറുള കേസെന്ന് ഇവനറിയില്ലല്ലോ. അപ്പൊ അവളേതാ? ഏതവള്? ഇവന്റെ കൂടെ കണ്ട പെണ്ണ്. ഒന്ന് നിർത്തണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പെണ്ണൊന്നും അല്ല ആ പെണ്ണ്. ഇത് ആ കോളേജിൽ കണ്ട കുട്ടി. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഇഷ്ടമൊന്നും അല്ല ഞങ്ങളുടെ ഇഷ്ടം. പിന്നെ എന്നാ ഇഷ്ടമാ? ഞങ്ങള് കല്യാണം കഴിക്കാൻ പോവാ. പെൺകോന്ത. അതിനവള് സമ്മതിച്ച? അവക്ക് സമ്മതമാ. ഞങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രേമത്തില്ല. ഇനി ആര് വിചാരിച്ചാലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല. നമ്പർ ഉണ്ടോ അവളുടെ? ഇല്ല. എന്തിനാ? വിളിക്കാനാ. അവന്റെ ഉണ്ടോ? അവൻ തരാത്തതാ. നമ്പർ നോക്കണം. ഫോൺ
അമ്മാവന്റെ call എടുക്കരുത്. ഇയാളെന്തിനാ എപ്പഴും എടുക്കുന്നത്? അമ്മാവന്റെ call എടുക്കരുത്. അമ്മാവൻ എന്താ? രാജ അയ്യേ ഇതാ നിന്റെ അമ്മാവൻ. ഹലോ. എന്തുപറ്റി? ഒന്നുമില്ല. നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു ക്യാമറ ഉണ്ടാവും കയ്യില്. ക്യാമറ ക്യാബറേ ക്യാമറ ഓൺ ഒപ്പിക്കാം. അതും കൊണ്ട് നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരൂ. എവിടെ? അതൊക്കെ നാളെ പറയാം. ആ. തല്ലരുത്. ഒരു ക്യാമറ ഒപ്പിച്ചു തരൂ. You are my on a busy street day. Sunny, sunny, sunny day. Oh, sugar, honey, sweeter. Come on, come on. എന്താ പറ്റിയേ? കംപ്ലീറ്റ് ആയി. ഇതിന്റെ കാറ്റ് പോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ എങ്ങനെ വീട്ടിൽ പോവാ? തള്ളറിയോ? എടുത്ത് ഫോട്ടോസ് ഒക്കെ പതിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. നല്ല ഫോട്ടോസ് ആയി. ആ ബർത്ത്ഡേ ഗേളിന്റെ ഡ്രസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വാരിയതാണോ? ഏ കോഴ്സ് കഴിയാൻ ഇനി ഒരു 3-4 മാസമല്ലേ ഉള്ളൂ. 4 മാസം. എന്നിട്ട് എന്താ പരിപാടി? പാസ്സാവണം, ഒരു ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്യണം, പിന്നെ ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ തുടങ്ങും. നമ്മൾ ഡിസൈൻ ചെയ്തത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ട് കാണുന്നത് ഒരു രസമല്ലേ? നടക്കും, എല്ലാം നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഇയാളുടെ പ്ലാൻ എങ്ങനെയാ? മെക്കാനിക്കൽ അല്ലേ? വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ പോവല്ലേ? ഹേ, മെക്കാനിക്കലൊക്കെ ഇപ്പൊ കഴിയും. എനിക്കൊരു മ്യൂസീഷ്യൻ ആവണം. പിന്നെന്തിനാ മെക്കാനിക്കൽ പഠിച്ചേ? മ്യൂസിക് പഠിക്കാറുന്നില്ലേ? അതോ, അതിപ്പോ തനിക്ക് ഡെയിലി രാവിലെ ഫ്രൈഡ് റൈസും സൂപ്പും വേണം. പക്ഷെ തന്റെ വീട്ടിലാണെങ്കിൽ പുട്ടും കടലക്കറിയേ ഉള്ളൂ. താൻ എന്ത് ചെയ്യും? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാതെ പുട്ടും കടലക്കറിയും കഴിക്കും. അല്ലേ? ഞാനും അത്ര ചെയ്തുള്ളൂ. പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ MBBS വിടാനായിരുന്നു താല്പര്യം. പക്ഷെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്. അവസാനം റോഷൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവരതിന് സമ്മതിച്ചത്. ആരാ റോഷൻ? റോഷൻ ഒരു സംഭവം. ഈ മ്യൂസീഷ്യനൊക്കെ ആവുമ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കില്ലേ? റൊമാൻറ്റിക് ആവണമെന്നൊന്നുമില്ല. എന്നാലല്ലേ ട്യൂണൊക്കെ വരൂ. താൻ റൊമാൻറ്റിക് ആണോ? അങ്ങനൊന്നുമല്ല. അപ്പൊ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല? അതെങ്ങനെ ഇപ്പൊ പറയാ? അപ്പൊ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല? ചെയ്തിട്ടൊക്കെ ഉണ്ട്. വരുന്നവർക്കൊക്കെ മറുപടി അപ്പൊ തന്നെ കിട്ടണം. അതെങ്ങനെ പറ്റുക? അവൻ ഏതാണ്, എന്താണ്, എങ്ങനെ അവന്റെ ക്യാരക്ടർ, ഇതൊക്കെ മനസ്സിലാക്കി തിരിച്ചൊരിഷ്ടം തോന്നണ്ടേ? അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. പിന്നെ വരുന്നവന്റെ ഇഷ്ടം നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ ചുമ്മാ വട്ടം കറക്കും. ഒരു 10-20 ദിവസം പുറകെ നടക്കും. പിന്നെ വേറൊരുത്തിനെ നോക്കി പോവും. ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാരും അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കില്ല. ഇയാൾക്ക് ലവറൊന്നുമില്ല? ഏ, എന്നോട് ഇതുവരെ ഒരു പെണ്ണും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ? അതെന്താണെന്നറിയാൻ ഞാൻ ഒരു ദിവസം ഒരു പെണ്ണിന്റെ അടുത്ത് ചോദിച്ചു നോക്കി. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയാ, എന്നെ കാണാൻ നല്ല സുന്ദരനാണല്ലോ, അപ്പൊ എനിക്ക് വേറെ ലവർ ഉണ്ടെന്ന് അവള് വിചാരിച്ചു. എന്തായാലും നമ്മൾ
6 കിലോമീറ്റർ നടന്നു. 6 kilometers. ഉം. സോറി, വലിയ മ്യൂസിഷ്യൻ ആവുമ്പോ നാളെ നട്ടപ്പാതിരയ്ക്ക് 6 കിലോമീറ്റർ നടത്തിച്ചു. താങ്ക്സ്. എനിക്ക് വേണ്ടി ഈവനിങ് സ്പെൻഡ് ചെയ്തതിന്. ആക്ച്വലി റോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ.